നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യമോൾ കെ ശശിധരൻ. ഞാൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ജിറിയാട്രിക്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ജിറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് ഉള്ള മെഡിക്കൽ കാര്യങ്ങൾ ചികിത്സിക്കുന്ന വിഭാഗമാണ്. ഇന്ന് ഞാൻ കിടപ്പായിട്ടുള്ള രോഗികളെ എങ്ങനെ പരിചരിക്കണം, എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം കിടപ്പായിട്ടുള്ള രോഗി എന്ന് പറയുമ്പോൾ അവർ സ്വന്തം കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നവരായിരിക്കണം എന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പം ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ പല്ല് തേക്കിപ്പിക്കുന്നത്, കുളിപ്പിക്കുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പക്ഷേ പേഴ്സണൽ കെയർ, അതായത് പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനത്തതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ഒരു അവകാശവുമാണ്. പിന്നെ ആ ഒരു വൃത്തിയോടെ നമ്മൾ അവരെ നോക്കിയാലേ നമുക്ക് അവർ ഇത്രയും നാളും ജീവിച്ച ജീവിതത്തിന് ഒരു ഡിഗ്നിറ്റി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു രോഗി കിടപ്പായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പല്ല് തേപ്പിക്കാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ നമ്മൾ അവരെ പൊക്കി വെച്ച് പല്ല് തേപ്പിച്ച് ഡെയിലി പറ്റിയാൽ 2 നേരമെങ്കിലും പല്ല് തേപ്പിക്കാനായിട്ടൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി നമുക്ക് കുളിപ്പിച്ചെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ പല സാഹചര്യങ്ങളിലും നമുക്ക് ഒരു പേഷ്യൻറ്റിനെ എടുത്ത് കൊണ്ടുപോയി കുളിപ്പിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ബോഡി വൈപ്സ് പോലത്തെ സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പം ബോഡി വൈപ്സ് ഉപയോഗിച്ച് നമുക്ക് ഹെഡ് ടു ടോ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാവുന്നതാണ് എല്ലാ ദിവസങ്ങളും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ വളരെ നല്ലതായിരിക്കും. ബാക്കി ദിവസങ്ങളിൽ നമുക്ക് തുടച്ചെടുത്ത് ആണെങ്കിലും അവരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം മലം, മൂത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ വൈപ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ട് ആ ഏരിയാസൊക്കെ ക്ലീനായിട്ട് സൂക്ഷിക്കണം. അതല്ലെങ്കിൽ കിടപ്പായിട്ടുള്ള രോഗികളിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ കോമൺ ആണ്. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ കിടപ്പായിട്ടുള്ള രോഗികളിൽ ഈ ബെഡ് സോർസ് വളരെ കോമൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഈ ബെഡ് സോർ വരാതെ നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഐഡിയലി ഒരു 1.5-2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ചെരിച്ച് കിടത്തണം. ഓരോ സൈഡിലോട്ടും മാറ്റി ചെരിച്ച് കിടത്തണം. അതുകൂടാതെ സാധാരണ ബെഡ് ഉപയോഗിക്കുന്നതിന് പകരം ഏറ്റവും ബെസ്റ്റായിട്ടാണെങ്കിൽ എയർ ബെഡ് ഉപയോഗിക്കുന്നതാണ് ഉചിതം. അത് എയർ ബെഡ് അഫോർഡബിൾ അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു വാട്ടർ ബെഡ് എങ്കിലും ഉപയോഗിക്കേണ്ടതാണ് ഈ ബെഡ് സോറ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറമെ നമ്മൾ ചെരിച്ച് കിടത്തണം. പിന്നെ ഈ ബെഡ് സോഴ്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം സ്കിന്നിൻ്റെ മോയ്സ്ചറൈസിങ് ആണ്. അതുകൊണ്ട് സ്കിൻ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസ്ഡ് ആയിട്ട്, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് മുറിവെണ്ണ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ക്രീമുകൾ ഉപയോഗിക്കാം, മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കാം. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മളുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാതെ നമ്മൾ കിടപ്പായിട്ടുള്ള രോഗികളെ നമ്മൾ പൊക്കി കിടത്തുമ്പോഴൊക്കെ ആളെ പിടിച്ച് ഇപ്പോൾ കയ്യിലൊക്കെ പിടിച്ച് നമ്മൾ പൊക്കുന്നതിലും ഏറ്റവും നല്ലത് ബെഡ് ഷീറ്റ് പിടിച്ച് പൊക്കുന്നതായിരിക്കും. കാരണം കിടപ്പായിട്ടുള്ള രോഗിക്ക് അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും കുറച്ചൊരു വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ടൈറ്റായിട്ടൊന്ന് പിടിക്കുമ്പോഴത്തേക്കും ആ വേദന നമ്മൾ അവർക്ക് കൂട്ടുകയാണ്. അപ്പം അതിന് പകരം നമ്മൾ ഈ ഷീറ്റിൽ പിടിച്ച് 2 സൈഡിൽ 2 പേര് ബെഡ്ഷീറ്റ് പിടിച്ചങ്ങ് പൊക്കി കയറ്റുകയാണെങ്കിൽ അവരെ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് അവരെ കയറ്റാനും ഇറക്കാനും പറ്റും. അതുപോലെ ഈ കിടപ്പായിട്ടുള്ള രോഗിയുടെ ബെഡ് ഷീറ്റ്സ് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും അതിലെന്തെങ്കിലും സോയിലിങ്, അതായത് മലവും മൂത്രവും വല്ലതും ആകുകയാണെങ്കിൽ അപ്പം മാറ്റുകയും ചെയ്യണം. ഈ മലവും മൂത്രമൊന്നും ബെഡ്ഷീറ്റിലൊന്നും ആകാതെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അണ്ടർ പാഡ്സ് അവൈലബിൾ ആണിന്ന്. അപ്പം പേഷ്യൻ്റ് ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം നമ്മുടെ ഇടുപ്പിൻ്റെ ആ ഒരു ഏരിയയിൽ വലിയൊരു അണ്ടർ പാഡ് വിരിച്ചിട്ട് വേണം കിടപ്പ് രോഗികളെ കിടത്താനായിട്ട്. ഇത് കൂടാതെ ഇപ്പം മലം, മൂത്രം അങ്ങനെ ഇതൊക്കെ എപ്പോഴും പോകുന്ന പേഷ്യൻസിനാണെങ്കിൽ ഡയപ്പേഴ്സ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും ഈ ഒരു പ്രശ്നം, ഈ
വൃത്തികേടാകാതെ ആ പേഷ്യൻറ്റിനെ നന്നായിട്ട് നോക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പക്ഷേ ഡയപ്പർ പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈർപ്പം തങ്ങി നിൽക്കാതെ, അതുപോലെ തന്നെ ഒത്തിരി നേരം ഒരേ ഡയപ്പർ ഉപയോഗിക്കാതിരിക്കാനായിട്ടും എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു 4-5 മണിക്കൂറിനുള്ളിലെങ്കിലും, എന്നാൽ ഞാൻ ഡയപ്പർ നനഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ഏർലിയസ്റ്റ് അത് മാറ്റാനായിട്ട് നോക്കണം. ഇപ്പം നമുക്കാണെങ്കിലും മലത്തിലോ മൂത്രത്തിലോ കിടക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പം അതുപോലെ തന്നെ ആ കിടപ്പ് രോഗിക്കും അത് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പം മലവും മൂത്രവും പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് അത് മാറ്റാനായിട്ട് നമ്മൾ കരുതേണ്ടതാണ്. ഇപ്പം പിള്ളേരിലാണെങ്കിൽ പോലും തീരെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും അവരത് ഇതാക്കത്തില്ല. പക്ഷെ കുറച്ചൊരു തിരിച്ചറിവായി കഴിയുമ്പോഴത്തേക്കും ഡയപ്പർ നനഞ്ഞു കഴിയുമ്പോൾ അവർ തന്നെ അത് ഊരി കാണിക്കും. അതുപോലെയാണ് ഇപ്പം കിടപ്പ് രോഗികളാകുമ്പോൾ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ കെയർ ഗീവേഴ്സായിട്ട് അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മാറ്റണം. പിന്നെ ഡയപ്പേഴ്സ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അവിടെ ബാരിയർ ക്രീംസ് ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൻറ്റിഫംഗൽ പൗഡറും കൂടി ഇട്ടിട്ട് വേണം ഡയപ്പർ ഉപയോഗിക്കാൻ. കറക്റ്റ് സൈസിനുള്ള ഡയപ്പേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ അത് ലീക്കേജ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും. ഇത് കൂടാതെ നമ്മൾ കിടപ്പായിട്ടുള്ളൊരു രോഗിയെ ആഹാരം കൊടുക്കുമ്പോൾ ഒരിക്കലും കിടത്തിക്കൊണ്ട് ഒരു സ്പൂണിൽ പോലും വെള്ളം കൊടുക്കാൻ പാടില്ല. അപ്പം കിടപ്പ് രോഗികളെ നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ട് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 60 ഡിഗ്രിയിൽ കൂടുതൽ സ്ലാൻഡിങ് ആയിട്ട് പൊക്കി ഇരുത്തി കഴിഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് അഡ്ജസ്റ്റബിൾ കോട്ട്സ് വളരെ വിപണിയിൽ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരാളെ പൊക്കി ഇരുത്താൻ പറ്റും. അതിപ്പം എത്ര വണ്ണമുള്ള ആളാണെങ്കിലും എത്ര വണ്ണം കുറഞ്ഞ ആളാണെങ്കിലും നമുക്ക് ഈ ഒരു ബെഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ട് പൊക്കി ഇരുത്തിയതിന് ശേഷം മാത്രമേ ആഹാരം കൊടുക്കാവുള്ളൂ. ഇപ്പം വായിക്കൂടി ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് കൊടുക്കാം. പക്ഷേ ഇപ്പം മറവി രോഗം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ പാർക്കിൻസൺസ് പോലത്തെ അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ പെട്ടെന്ന് ഇറക്കത്തില്ല, വായിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വായിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉടനെ അടുത്ത വായും കൂടി കൊടുത്ത് ഒത്തിരി ലോഡ് ചെയ്യരുത്. ഒരു വാ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറക്കി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അടുത്ത വാ കൊടുക്കാൻ പാടുള്ളൂ. വളരെ പേഷ്യൻസ് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ രോഗികളെ പരിചരിക്കുന്നത്. എന്നിരിക്കലും ആ പേഷ്യൻസോടെ പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ആശുപത്രി വിസിറ്റ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. വളരെ കെയർഫുള്ളായിട്ട് അവരെ ഇറക്കിയതിന് ശേഷം ആഹാരം കൊടുക്കുക. പിന്നെ ആഹാരം കൊടുത്ത ഉടനെ തന്നെ പിന്നെയും കിടത്തരുത്. ആഹാരം കൊടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും നേരെ വെച്ചിട്ടതിന് ശേഷമേ കിടത്താൻ പാടുള്ളൂ. അത് കൂടാതെ തന്നെ ഇപ്പോൾ ചിലരൊക്കെ പൈൽസ് ട്യൂബ് ഫീഡിങ്ങിലായിരിക്കും, അതായത് ട്യൂബിൽ കൂടിയായിരിക്കും നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ട്യൂബിൽ കൂടി ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ആ കൊടുക്കുന്നതിന് നല്ലൊരു ഗ്യാപ്പ് ഇടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ ഇടവിട്ട് വേണം ആഹാരം കൊടുക്കാനായിട്ട്. അപ്പം ആഹാരം കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആഹാരം കൊടുക്കും, അത് കഴിഞ്ഞ് ആ ട്യൂബ് ക്ലിയർ ചെയ്യാനായിട്ട് വെള്ളം കൊടുക്കും. അതിനായിട്ടും ഒത്തിരി വെള്ളം കൊടുക്കാതെ ശ്രദ്ധിക്കണം. കാരണം പ്രായമായവരിൽ നമ്മൾ ഒത്തിരി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്യൂബ് ഫീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് ആഹാരവും വെള്ളത്തിൻ്റെ രൂപത്തിലാണ് പോകുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഈ വെള്ളം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് സോഡിയം കുറയാനും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ട്യൂബ് ഫീഡിംഗ് ഉള്ള ഒരാൾക്ക് കൂടിപ്പോയാൽ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു 150 ml അത് അളന്ന് തന്നെ 150 ml ആഹാരമാണ് കൊടുക്കേണ്ടത്. ആ 150 ml ആഹാരത്തിനകത്ത് ആവശ്യത്തിന് പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾക്കൊരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പ് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ആ രീതിയിൽ 150 ml ആ ആഹാരവും അതിൻ്റെ പുറമെ ഒരു 50 ml വരും നമുക്ക് ഫ്ലഷ് ചെയ്യാനായിട്ടുള്ള വെള്ളം. അതിലും കൂടാതിരിക്കുന്നതാണ് എപ്പോഴും ഉചിതം. കാരണം ഈ ഒത്തിരി ഫ്ലൂയിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പേഷ്യൻറ്റിനെ കിടത്തുമ്പോഴത്തേക്ക് തികട്ടി വന്നാണെങ്കിലും ആസ്പിറേഷൻ ന്യൂമോണിയ ഒക്കെ ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ ഛർദ്ദിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം.
പിന്നെ ഈ ട്യൂബിൽ കൂടി ഫുഡ് കൊടുക്കുന്ന പേഷ്യൻസിന് ചായ, പാല് അങ്ങനെ അല്ലെങ്കിൽ പച്ചവെള്ളം ഇങ്ങനത്തെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ട്യൂബിൽ കൂടി കൊടുക്കുമ്പം ആക്ച്വലി ഒരു ടേസ്റ്റായിട്ട് നമുക്ക് വായിൽ കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം വെറും വെള്ളം കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചായ കൊടുക്കുന്നതുകൊണ്ടോ പേഷ്യൻറ്റിന് അതിൽ നിന്ന് ഒരു കാലറിയോ ഒരു ഗുണവും വലുതായിട്ട് കിട്ടത്തില്ല. അപ്പം അതേസമയം ആ ചായയിൽ നിങ്ങൾ കുറച്ച് പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ ഇപ്പം ചോറോ ഒക്കെ അരച്ച് ആ ചായയിൽ കൊടുത്താലും കുഴപ്പമില്ല, കാരണം വെള്ളം രൂപത്തിലായതുകൊണ്ട്. പക്ഷെ അല്ലാതെ അത് മാത്രമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പും ഇത് കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഫീഡ് ഫീഡ് നന്നായിട്ട് പൊക്കി വെച്ചിട്ട് കൊടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും പൊക്കി ഇരുത്തിയതിന് ശേഷം കിടത്താവുള്ളൂ. ഈ കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പ്രായമായി അല്ലെങ്കിൽ ഈ കിടപ്പായിട്ടുള്ള രോഗികളുടെ അടുക്കും പകലൊക്കെ കിടന്നങ്ങ് ഉറങ്ങും. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് ഉറക്കമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടിലോട്ട് പോകും. അപ്പം കിടപ്പായിട്ടുള്ളൊരു രോഗിയാണെങ്കിൽ പോലും കഴിവതും പകല് നമ്മളെ കൊണ്ടാവും വിധം അവരെ എൻഗേജ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം അരയ്ക്ക് കീഴോട്ടാണ് തളർച്ചയെങ്കിൽ കൈകൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചുമക്കളോ ആരെങ്കിലും ഒക്കെ വീട്ടിലുള്ളവരൊക്കെ പോയി സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ പകല് കഴിവതും ആക്റ്റീവായിട്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് രാത്രിയിലത്തെ ഉറക്കം കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. ഈ പകല് രാത്രി എന്നുള്ളത് മാറിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവരെന്തെങ്കിലും കാരണവശാൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ഒക്കെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കൺഫ്യൂഷൻ വരും അവർക്ക്. ആ ഒരു അവസ്ഥയെ നമ്മൾ ഡെലീറിയം എന്നാണ് പറയുന്നത്. അതൊരു ടെമ്പററി ഇതാണ്. പക്ഷെ എന്നിരിക്കലും ആ സമയത്ത് അവർ ചിലർക്ക് ഭയങ്കര ദേഷ്യം വരാം, ചിലർ ഭയങ്കര വയലൻ്റ് ആകാം. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഈ ഒരു അസ്വസ്ഥത കൊണ്ട് ഉണ്ടാക്കാം. അത് അവോയ്ഡ് ചെയ്യാനായിട്ടും കഴിവതും കിടപ്പ് രോഗികളെ പകൽ ഉറക്കാതിരിക്കണം. അവരെ കഴിവതും ആക്റ്റീവാക്കി വെച്ച് രാത്രിയിൽ ഉറങ്ങുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ള ഒരു പ്രശ്നം കോൺസ്റ്റിപ്പേഷനാണ്. നമ്മൾ കിടപ്പാകുമ്പോഴത്തേക്കും നമ്മുടെ കുടലിൻ്റെ ചലനശേഷി കുറയും. അപ്പം അതുകൊണ്ട് തന്നെ മലം പോകാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ കെയർ ടേക്കറായിട്ട് നമ്മൾ കെയർ ഗിവ് ചെയ്യുമ്പോഴത്തേക്കും മലം പോയില്ലെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ, കാരണം അത്രയും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും അത് നമ്മൾ ഓവർസീ ചെയ്യും. അതല്ലെങ്കിൽ കുറച്ചല്ലേ കഴിച്ചു അതുകൊണ്ടായിരിക്കും പോകാത്ത എന്ന് വിചാരിച്ച് 3, 4, 5 ദിവസമൊക്കെ ചിലപ്പോൾ മലം പോകാതെ ഇരിക്കുന്ന അവസ്ഥ വരാറുണ്ട്. പക്ഷെ മലം ക്ലിയറായിട്ട് പോയിട്ടില്ലെങ്കിൽ അതുമൂലം പേഷ്യൻ്റിന് വിശപ്പില്ലായ്മ, അതുപോലെ ഈ മലം ക്ലിയറായിട്ട് പോകാത്തത് കൊണ്ട് മൂത്രം കെട്ടിക്കിടന്ന് റിക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളും കിടപ്പായിട്ടുള്ള രോഗികളിൽ വളരെ കോമൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡെയിലി മലം പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അതിന് വേണ്ടി വന്നാൽ സിറപ്പോ അതല്ലെങ്കിൽ ടാബ്ലറ്റോ അതല്ലെങ്കിൽ എനിമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണെങ്കിലും മലം ഡെയിലി പോകുന്നുണ്ടെന്നുള്ളതും വളരെ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഇപ്പം സിറപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് പല അസുഖങ്ങളാണ് നിങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും മലബന്ധം കാരണം വിശപ്പില്ലായ്മയും വെയിറ്റ് ലോസും ഒക്കെ വന്നുവരെ കിടപ്പായ രോഗികളെ നമ്മൾ കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ കഴിവതും ഇപ്പം കിടപ്പാണെങ്കിൽ പോലും ആ ഒരു മനുഷ്യൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ആലോചിക്കണം. അതുകൊണ്ട് ഇപ്പം കിടപ്പാണെങ്കിലും അവർക്ക് കൊടുക്കാവുന്നത്ര റെസ്പെക്റ്റും ആദരവും കൊടുത്തു തന്നെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ആ വീട്ടിൽ നടത്താനായിട്ട്. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴും എന്തെങ്കിലും കാര്യം വരുമ്പോഴും എല്ലാം അവരെ ഡേ ടു ഡേ ബേസിസിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതിപ്പം മറവി രോഗമുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മളായിട്ട് ആ ഒരു കെയർ അവർക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷെ എന്നാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇന്ന് അവർക്കത് മറവിയുണ്ടോ അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കുന്നതിൽ ഉപരിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ഇന്നും നിങ്ങളെ ആദരിക്കുന്നു, അല്ലെങ്കിൽ
എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും എനിക്ക് കൊടുക്കാവുന്ന അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുത്ത് തന്നെ വേണം അവരെ പരിചരിക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.